ഇന്ത്യയുടെ റൺ മെഷീൻ കിതച്ചു തുടങ്ങിയോ? കുറച്ചു കാലമായി സൂപ്പർ ബാറ്റർ വിരാട് കോഹ്ലിയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാനത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്നാൽ കോഹ്ലി എന്നും ഇങ്ങനെയൊക്കെയാണെന്ന് അദ്ദേഹത്തിന്റെ കരിയർ വിലയിരുത്തുന്ന ആരാധകർ ആശ്വസിക്കുകയാണ്. തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ മാസ്മരിക ഇന്നിംഗ്സുകളുമായി ഉയർത്തെഴുന്നേൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പതിവ്. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസത്തിന്റെ സമീപകാലത്തെ സ്കോറിംഗ് ഒട്ടും ആശാവഹമല്ലെന്ന് കടുത്ത കോഹ്ലി ആരാധകർ പോലും സമ്മതിക്കും. കാരണം കോഹ്ലിയുടെ ടെസ്റ്റ് ശരാശരി 8 വർഷത്തിൽ നോക്കുമ്പോൾ ഏറ്റവും താഴ്ന്ന നിലയിലാണിപ്പോൾ. ഈ വർഷം 17 ഇന്നിംഗ്സുകളിൽ നിന്ന് 1 സെഞ്ചുറിയും 1 അർദ്ധ സെഞ്ചുറിയും സഹിതം 376 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായിട്ടുള്ളത്. ബ്രിസ്ബനിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ 3-ാം ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ വെറും 3 റൺസിനാണ് കോഹ്ലി പുറത്തായത്. ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഈയിടെയായി തുടർച്ചയായി വൻ പരാജയമായി മാറുന്ന ഘട്ടത്തിൽ ഇത് താങ്ങാവുന്നതല്ല. 2 മുൻനിര ബാറ്റർമാർ അതിവേഗം മടങ്ങിയപ്പോൾ 4-മനായി ഇറങ്ങിയ കോഹ്ലി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. കോഹ്ലി 16 പന്തുകൾ നേരിട്ട ശേഷം ഹേസിൽവുഡിന്റെ പന്തിൽ അലക്സ് കാരിക്ക് ക്യാച്ച് നൽകി മടങ്ങുമ്പോൾ ഇന്ത്യ 3-22 എന്ന നിലയിലേക്ക് വീണു. 445 റൺസ് ഓസീസ് പടുത്തുയർത്തിയ പിച്ചിൽ ഇന്ത്യ 10-ാം വിക്കറ്റിലെ ആകാശ്ദീപ്, ജസ്പ്രീത് ബുംറ എന്നിവരുടെ അസാധാരണ കൂട്ടുകെട്ടിൽ കഷ്ടിച്ച് ഫോളോ ഓൺ ഒഴിവാക്കുകയായിരുന്നു. ഇടയ്ക്കിടെ പെയ്ത മഴയാണ് ഇന്ത്യയെ രക്ഷിച്ചത് എന്ന് പറയാം. ഗാബയിലെ ബാറ്റിംഗ് പരാജയമാണ് കോഹ്ലിയുടെ ശരാശരി 8 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിച്ചത്. ഓസ്ട്രേലിയയിൽ ഐതിഹാസികമായ കരിയർ റെക്കോർഡുള്ള ബാറ്ററാണ് കോഹ്ലി. ഇപ്പോഴത്തെ പര്യടനം അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാനത്തെ ഓസ്ട്രേലിയൻ പരമ്പരയാവാൻ സാധ്യതയുണ്ട്. ഓസീസ് പര്യടനത്തിന് മുന്നോടിയായി ഇന്ത്യയിൽ നടന്ന ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ കോഹ്ലി പൂർണ്ണ പരാജയമായിരുന്നു. 7 വർഷത്തിനിടെ സ്വന്തം രാജ്യത്തെ കോഹ്ലിയുടെ ഏറ്റവും മോശം പ്രകടനമായിരുന്നു ഇത്. പരമ്പരയിൽ 3-0 ചരിത്രപരമായ തോൽവിയും ഏറ്റുവാങ്ങി. ന്യൂസിലൻഡ് പരമ്പരയ്ക്ക് ശേഷം 10 വർഷത്തിന് പിന്നാലെ ആദ്യമായി കോഹ്ലി ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ആദ്യ 20-ൽ നിന്ന് പുറത്തായി. എക്കാലവും കത്തിജ്വലിച്ച ഓസീസ് മണ്ണിൽ കോഹ്ലിയുടെ ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിച്ചിരുന്നു. പെർത്തിലെ ആദ്യ ടെസ്റ്റിലെ 2-ാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയെങ്കിലും 5 ഇന്നിംഗ്സുകളിൽ വേഗത്തിൽ പുറത്തായി. പെർത്തിലെ സെഞ്ചുറിയോടെ ആദ്യ 20-ലേക്ക് തിരിച്ചെത്തിയെങ്കിലും പിന്നീട് വന്ന ഇന്നിംഗ്സുകളിൽ വീണ്ടും വീണു. ഓഫ് സ്റ്റംപ് ലൈനിന് പുറത്തുള്ള പന്തുകളിൽ കാണിക്കാറുള്ള ബലഹീനത കോഹ്ലി വീണ്ടും ആവർത്തിക്കുകയാണ്. അഡ്ലൈഡ് പിങ്ക് ബോൾ ടെസ്റ്റിൽ 7-11 എന്നിങ്ങനെ സ്കോറുകൾക്ക് കീഴടങ്ങി. കോഹ്ലിയുടെ വീഴ്ചയിൽ ഓസ്ട്രേലിയൻ ഇതിഹാസം അലൻ ബോർഡർ ആശ്ചര്യം പ്രകടിപ്പിക്കുകയുമുണ്ടായി. തിങ്കളാഴ്ച ബ്രിസ്ബനിലെ ഗാബയിൽ 3 റൺസിന് പുറത്തായതോടെ കോഹ്ലിയുടെ കരിയർ റെക്കോർഡ് 47.9 കുറഞ്ഞു. 2016-ൽ ഇംഗ്ലണ്ടിനെതിരായ ഹോം പരമ്പരയിൽ 47.5 കുറഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും താഴ്ന്നത്. 2019-ൽ കരിയറിലെ ഉയർന്ന ശരാശരി 55.1 രേഖപ്പെടുത്തിയിരുന്നു. 2016-ൽ ഇംഗ്ലണ്ടിനെതിരെ ഇരട്ട സെഞ്ചുറി നേടിയപ്പോൾ തന്റെ 52-ാം ടെസ്റ്റിൽ കോഹ്ലിയുടെ ശരാശരി ആദ്യമായി 50 കടന്നു. 6 വർഷം ഒരിക്കലും ഇതിന് താഴേക്ക് വന്നിട്ടില്ല. 2022-ൽ ശ്രീലങ്കയ്ക്കെതിരെ ബംഗളൂരു ഡേ നൈറ്റ് ടെസ്റ്റിന് ശേഷം 50-ൽ നിന്ന് താഴേക്കിറങ്ങിയ ശേഷം അദ്ദേഹത്തിന് പിന്നീട് തിരിച്ചു കയറാനുമായിട്ടില്ല.